പ്രിയ ചങ്ങാതിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും B1 ഷോപ്പിൻ്റെ സ്നേഹാദരവുകൾ നിറഞ്ഞ നന്ദി, നമസ്കാരം. ഇന്ന് ഞാൻ വാഷിംഗ് പൗഡറിനെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വാഷിംഗ് പൗഡർ നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒരു നിത്യ ഉപയോഗ വസ്തുവാണ്. നല്ല വാസനയും പതയും മാത്രം അതിനുണ്ടായാൽ പോരാ, വസ്ത്രത്തിന് അടങ്ങിയിട്ടുള്ള അഴുക്ക് നീക്കം ചെയ്യാൻ സോപ്പ് പൊടിക്ക് കഴിയണം. അതിന് എല്ലാവരുടെയും ധാരണ പണ്ട് മുതൽ തന്നെ ഉള്ളത്, ഈ സോപ്പ് പൊടി ഉപയോഗിച്ച്, കമ്പനി സോപ്പ് പൊടി ഉപയോഗിച്ച് തുണിയും മറ്റും അലക്കിയാൽ മാത്രമേ അത് അഴുക്ക് പോകൂ എന്ന മിഥ്യാധാരണ വർഷങ്ങളായി നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന സോപ്പ് പൊടികളാണ് സൺലൈറ്റ്, ഏരിയൽ, ഉജാല, ടൈഡ്, ഹെങ്കോ തുടങ്ങി ഒട്ടേറെ കമ്പനികൾ വൻകിട കമ്പനികൾ ഇന്ന് സോപ്പ് പൊടി രംഗത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സോപ്പ് പൊടിയുടെ വില കിലോയ്ക്ക് 80 രൂപ മുതൽ തുടങ്ങി 180, 220 രൂപ വരെ സോപ്പ് പൊടിക്കിന്ന് നിലവിൽ ആളുകൾ വാങ്ങുന്നുണ്ട്. എന്നാൽ 1 കിലോഗ്രാമിൻ്റെ ഇപ്പോഴത്തെ കമ്പനി വില അതേ രീതിയിൽ തുടരുമ്പോൾ, സാധാരണ ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന ചെറുകിട സോപ്പ് പൊടി കടകളുണ്ട്. അവിടെ നിർമ്മിക്കുന്ന സോപ്പ് പൊടികളാവട്ടെ വളരെ വിലക്കുറവുമാണ്. ഈ വൻകിട സോപ്പ് കമ്പനിക്കാർക്ക് ബദലായിക്കൊണ്ട് ചെറുകിട സോപ്പ് പൊടി കച്ചവട രംഗത്ത് ഇന്ന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. വാഷിംഗ് പൗഡർ 1 കിലോ 50 രൂപ മുതൽ 80 രൂപ മാത്രമാണ് ഇത്തരം കടകളിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള, നല്ല പോലെ അഴുക്ക് പോകുന്ന, നല്ല മണം തരുന്ന സോപ്പ് പൊടികളുള്ളത്. അത് ഉപയോഗിച്ച് ശീലിക്കാൻ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി മെനക്കെടുകയാണെങ്കിൽ അത് നാം വാങ്ങിച്ചുപയോഗിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം 1 കിലോ കമ്പനി സോപ്പ് പൊടി വാങ്ങുന്ന സ്ഥാനത്ത് 3 കിലോ സോപ്പ് പൊടി വാങ്ങിച്ച് 1 മാസമെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ 1 കിലോ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൈസ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും. ചിലർ ധരിച്ചിരിക്കുന്നത് സോപ്പ് പൊടിയിൽ, കമ്പനി സോപ്പ് പൊടിയിൽ എന്തോ നെയ്യും പാലും തേനും ഒക്കെ ചേർത്തിട്ടുണ്ട് എന്ന മിഥ്യധാരണ തെറ്റാണ്. അങ്ങനെ സോപ്പ് പൊടിയിൽ അതൊന്നും തന്നെ ചേർക്കാറില്ല. ഒരു സോപ്പ് പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഏത് സോപ്പ് പൊടി എടുത്താലും അതിലേറ്റവും അധികമായി അടങ്ങിയിരിക്കുന്നത് സോഡിയം ക്ലോറൈഡാണ്. പിന്നെ അതുകൂടാതെ ആസിഡ് സ്ലറി, ലെബുസ എന്നും പറയും. പിന്നെ ഉള്ളത് സോഡ ആഷ് അഥവാ അലക്കുകാരം. പിന്നെ സോഡിയം സൾഫേറ്റ്, AOS എന്ന് പറയുന്ന ആൽഫ ഒലിഫിൻ സൾഫേറ്റ്, ടിനോപ്പാൽ, സോഡിയം ലോറൈൽ സൾഫേറ്റ് പൗഡർ, പിന്നെ സോഡിയം ബൈകാർബണേറ്റ്, പിന്നെ പെർഫ്യൂം, കളർ ഗാർഡ് തുടങ്ങിയ സാധനങ്ങളുടെ എല്ലാം കൂടി ഉള്ള ഒരു കൂട്ട് മിശ്രിതമാണ് സോപ്പ് പൊടി എന്ന് പറയുന്നത്. ഈ സോപ്പ് പൊടി ഏറ്റവും കുറഞ്ഞ നിരക്ക് നല്ല സോപ്പ് പൊടികൾ ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച് അവരെയും അതുപോലെ തന്നെ വൻകിട കൊള്ളക്കാരായ കമ്പനികളെ ഒഴിവാക്കി ഈ ചെറുകിട കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സ് സാധാരണക്കാരായ ആൾക്കാരെങ്കിലും കാണിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ.